ഹലോ ഗൈസ്, ദീപക് എസ് ജി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ LDC 2024 സ്റ്റഡി ടൈം ടേബിളാണ്. ഓക്കെ, സോ നമുക്കതിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. LDC സ്റ്റഡി ടൈം ടേബിൾ 2024. ഓക്കെ, സോ നിങ്ങൾ ഈ ചാനലിൽ പുതുതായിട്ടാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ PSC റിലേറ്റഡ് വീഡിയോസാണ് വരുന്നത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഡിലേ ഇല്ലാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ LDC 2024 ഒരു ടൈം ടേബിളാണ്. ഓക്കെ, ഈ ഒരു ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ടൈം ടേബിളാണ്. ഫ്രണ്ട് ഈ ടൈം ടേബിളാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇതല്ല ഫോളോ ചെയ്യുന്നത്, ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ഓക്കെ, ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ടൈം ടേബിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിൻ്റെ ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 7 AM ആണ്. 7 AM to 11 AM ഒരൊറ്റ സ്ട്രെച്ചിന് നിന്ന് പഠിക്കും. അതായത് 4 hours കറണ്ട് അഫെയർസോ ഇംഗ്ലീഷോ അങ്ങനത്തെ എന്തെല്ലാം ടോപ്പിക്ക്, കറണ്ട് അഫെയർസോ ഇംഗ്ലീഷോ കോൺസ്റ്റിറ്റ്യൂഷനോ, ഓക്കെ, അങ്ങനത്തെ ടോപ്പിക്സാണ് ആദ്യത്തെ 4 മണിക്കൂർ ചെയ്യുന്നത്. അതിനുശേഷം വെറും 15 മിനിറ്റുള്ളൊരു ബ്രേക്കാണ്. അതായത് 11 AM to 11:15 AM ബ്രേക്ക്. ഓക്കെ, പിന്നെ 11:20 AM തൊട്ട് 3 PM വരെ അടുത്ത സ്ട്രെച്ചിന് പഠിക്കുന്നുണ്ട്. അതപ്പം 11:30 നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 12:30, 1:30, 2:30, ഓൾമോസ്റ്റ് 3.5 hours എന്താ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനത്തെ സബ്ജക്ട്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഓക്കെ, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി ആണ് ഈ ടൈമിൽ നോക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് 3 to 3:30 ഒരു ബ്രേക്ക്, 3 to 3:30 ബ്രേക്ക്, 3:30 PM ബ്രേക്ക്. അത് കഴിഞ്ഞിട്ട് 3:30 to 6:30 അടുത്ത സെഷൻ, വീണ്ടും 3 hours കിട്ടുന്നുണ്ട്. ഇതിലെന്താണ് ചെയ്യണമെന്ന് ചോദിച്ചാൽ മാത്സ് ആണ് ചെയ്യുന്നത്. ഓക്കെ, മാത്സ്. പിന്നെ 7 to 11 PM 4 hours കിട്ടുന്നു വീണ്ടും. ഇതിൽ ഇഷ്ടമുള്ള സബ്ജക്ട്സാണ് പഠിക്കുന്നത്. ഓക്കെ, ഇഷ്ടമുള്ള സബ്ജക്ട്സ്, ഓക്കെ, ഇതിൽ ഇഷ്ടമുള്ള സബ്ജക്ട്സാണ് പഠിക്കുന്നത്, ഇഷ്ടമുള്ള സബ്ജക്ട്സ്. ഓക്കെ, സോ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാം. 4 hours plus 3.30 hours plus 3 hours plus 4 hours. ടോട്ടൽ നോക്കുമ്പോൾ എത്രയാണ്? 8 hours, 9, 10, 11, 12, 13, 14, ഓൾമോസ്റ്റ് 15 hours സ്റ്റഡി ടൈമാണ് ഇതിൽ വരുന്നത്. ഓക്കെ, പക്ഷേ ഈ ടൈം ടേബിൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. 15 hours സ്റ്റഡി ടൈമാണ് വരുന്നത്. ഓക്കെ, 15 hours കൂടുതലാണെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. 24 hours നമുക്കൊരു ദിവസം ഉള്ളത്. ഓക്കെ, 24 hours 15 hours പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര കിടിലം കാര്യമൊന്നുമില്ല. നമ്മൾ 1 മണിക്കൂർ പഠിച്ചാലും അത് ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണെങ്കിൽ അത് അടിപൊളിയാണ്. 15 hours ചുമ്മാ എന്ന് പഠിച്ചിട്ടും 1 മണിക്കൂർ എഫക്റ്റീവായിട്ട് പഠിക്കുന്നതും നോക്കുകയാണെങ്കിൽ ഈ 1 മണിക്കൂർ തന്നെയാണ് ബെസ്റ്റ്. ഓക്കെ, സോ ഈ 15 hours പഠിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഗുണവും ഇല്ല. അഥവാ നിങ്ങൾക്ക് 15 hours ഒരു ദിവസം പഠിക്കാൻ പറ്റിയാൽ നല്ലതാണ്. ഓക്കെ, നിങ്ങളങ്ങനെ ശീലിച്ച ഒരാളാണെങ്കിലല്ലേ നിങ്ങൾക്ക് പറ്റുള്ളൂ 15 hours പഠിക്കാൻ. അതും 15 hours ഒരാളുടെ ഹ്യൂമൻ ബ്രെയിനിൽ 1 hour കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് 15 hours ഒരു ദിവസം പഠിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ, 15 hours LDCക്കൊക്കെ വേണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ടോപ്പിക്ക് നിറയുണ്ട്, എന്നാലും 15 hours ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ എങ്ങനെ നോക്കിയാലും 15 hours ആവശ്യം വരുന്നില്ല എന്നതാണ് സത്യം. അതുമാത്രമല്ല, 15 hours എല്ലാവരെ കൊണ്ടും പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മാക്സിമം സാധാ ഒരു നോർമൽ ആളിന് ലൈക്ക് 6 to 7 hours ഒക്കെയാണ് LDC പ്രിപ്പറേഷന് പഠിക്കുന്നത്. ഓക്കെ, അതും ബുദ്ധിമുട്ടാണ്. ഓക്കെ,
എന്നെപ്പോലുള്ളവരൊക്കെ 1 hour to 2 hour പെർ ഡേ മാത്രമേ ചിലവഴിക്കാറുള്ളൂ. 1 hour to 2 hour പെർ ഡേ. ഓക്കെ, അതും പെർ ഡേ കിട്ടുന്നൊന്നുമില്ല, ചില ദിവസം 1 hour മാത്രമായിരിക്കും. അപ്പം 1 hour മാത്രമൊക്കെയാണ് ഞാൻ ഡെയിലി നോക്കുന്നത്. ഓക്കെ, LDCക്ക് വേണ്ടി. അപ്പം ഈ 15 hour റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റഡി പ്ലാൻസും ഉണ്ട്. എസ്പെഷ്യലി എൻ്റെ ഫ്രണ്ട് 15 hour സ്റ്റഡി പ്ലാനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും പറ്റില്ല, നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു സ്റ്റഡി പ്ലാനാണിത്. ഓക്കെ, ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാനാണ്. ഇങ്ങനെയൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. LDC എന്ന് പറഞ്ഞൊരു 10th ലെവൽ എക്സാമാണ്. അപ്പോൾ അതിന് ഇത്രയും 15 hours ഒന്നും ആവശ്യമില്ല. മാക്സിമം എനിക്ക് 1 hour to 2 hour പഠിക്കാറുള്ളൂ. പക്ഷേ മാക്സിമം സജസ്റ്റ് ചെയ്യാവുന്ന ടൈം എന്ന് പറഞ്ഞാൽ 5 to 6 hours ഡെയിലി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇനഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ UPSC, സിവിൽ സർവീസ് അങ്ങനത്തെ എക്സാമിനൊക്കെ ആണെങ്കിൽ മിനിമം 8 to 12 hours ഒക്കെ പഠിക്കണം. സോ ഇത് നമ്മുടെ LDCക്കൊക്കെ 5 to 6 hours ഡെയിലി തന്നെ ധാരാളം. ഓക്കെ, അത് മാത്രമല്ല ഇഷ്ടമുള്ള സബ്ജക്ട്സ് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, സോ അതൊന്നും ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നുള്ളവർക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇല്ലാതെ ടൈം ടേബിൾ ഇല്ലാതെ റാൻഡമായിട്ട് നോക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ വരുന്നത് നമ്മളിങ്ങനെ 15 hours ഒന്നും എടുത്ത് പഠിക്കേണ്ട ആവശ്യം ഇല്ല. ഇത് നമ്മളെ സ്ട്രെസ്സാക്കുമെന്നുള്ളത് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. അതായത് 15 hours ഇപ്പം പഠിക്കുന്നവരെ ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നില്ല. പഠിക്കാൻ പറ്റുന്നെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് തിങ്, ബട്ട് യു ഷുഡ് ടേക്ക് എ ബ്രേക്ക് മസ്റ്റാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കും. ഓക്കെ, ആൻഡ് എനിക്ക് പറയാനുള്ളത് ഹെൽത്ത് ഈസ് വെൽത്ത്. സോ നോക്കിയും കണ്ടും പഠിക്കുക. ഓക്കെ, താങ്ക് യു.